At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ, സ്വാതന്ത്ര്യ ദിവസം ആഘോഷിക്കാൻ, ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങളോട് കൂടെ ആയിരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഞാൻ യാത്രയിലാണ്. എന്നാലും ഈ സന്ദേശം നിങ്ങളിൽ എത്തട്ടെ. നിങ്ങൾ എല്ലാവരും തന്നെ ഒരു കാര്യത്തിൽ നമുക്ക് ഒരുമനപ്പെടാം: ഭാരതം അനുഗ്രഹിക്കപ്പെടണം. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, നമ്മൾ വസിക്കുന്ന, നമ്മൾക്ക് സകല നന്മയും തന്ന നമ്മുടെ ഭാരതത്തെ നമ്മൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ കാണാത്ത ദൈവരാജ്യത്തിൽ എങ്ങനെ സ്നേഹിക്കും? ദൈവവചനത്തിൽ പറയുന്നത്, കാണുന്ന സഹോദരനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ കള്ളനാകും. ഭാരതം ഇന്ന് 78ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ, ഈ 78 വർഷം മുൻപേ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രാണത്യാഗം ചെയ്ത ഏവരെയും ഓർക്കുകയും ആ ഓർത്തവരുടെ ഭാരതത്തെക്കുറിച്ചുള്ള ആഗ്രഹം, അവർ കണ്ട പുതിയ സ്വാതന്ത്ര്യത്തിൽ ഉയർച്ച പ്രാപിക്കുന്ന ഒരു ഭാരതത്തെ, ആ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുവാനാണ് ഓരോ പ്രാവശ്യം ഇതൊരാഘോഷമായി നമ്മൾ കൊണ്ടാടും. നമ്മൾ ഇന്ന് സ്വാതന്ത്ര്യം ഭാരതം അനുഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് സൗജന്യമായി കിട്ടിയതല്ല. 10,000 വ്യക്തികൾ പ്രാണത്യാഗം ചെയ്തതിൻ്റെ ഫലം. അമൃത്സറിൻ്റെ തൊട്ടടുത്താണ് ജാലിയൻ വാലാബാഗ്. ഞങ്ങളവിടെ ചെന്ന് കാണുമ്പോൾ ഓർത്ത് നോക്കിക്കേ, സമാധാനപരമായി ഒന്നിച്ചുകൂടിയവരെ വളഞ്ഞ് വെടിവെച്ച് കൊന്ന്, അങ്ങനെ നിരവധി ആൾക്കാർ പ്രാണത്യാഗം ചെയ്തു. വലിയ ഒരു ത്യാഗത്തിൻ്റെ ഫലമാണ് ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം സ്വാതന്ത്ര്യം പ്രാപിച്ചത്. ഈ വർഷം ഭാരതത്തിൻ്റെ 78ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ വികസിത ഭാരത്, അഭിവൃദ്ധിപ്പെടുന്ന ഭാരതം എന്നാണ് തീം. നമ്മളെല്ലാം ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന, നമ്മളെല്ലാം ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ഭാരതത്ത് ലോകത്തിലെ 1ാമത്തെ രാജ്യമാകണം. ഇന്നെല്ലാവരും വിദേശത്തേക്ക് പോകുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് 2030 ആവുമ്പോൾ ലോകത്തിലെ എല്ലാം ഭാരതത്തിൻ്റെ എംബസിക്ക് മുമ്പേ ജനങ്ങളെ ഇന്ത്യയ്ക്ക് വിസയ്ക്ക് വേണ്ടി ക്യൂ നിൽക്കണം. ഇപ്പോൾ തന്നെ അങ്ങനെയാണ്. ഭാരതം വളരെയധികം പുരോഗതിയിലാണ്. ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ യൗവനക്കാരും യുവതികളും എല്ലാവരും ഓർക്കണം, നിങ്ങളാണ് ഭാരതത്തിൻ്റെ ഭാവി. നിങ്ങളുടെ കയ്യിലാണ് ഭാരതത്തിൻ്റെ ഭാവി. വാസ്തവത്തിൽ യേശുവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഭാരതത്തെ സ്നേഹിക്കും. അതിൻ്റെ കാരണം, യേശു പറഞ്ഞിരിക്കുന്ന വാക്കുകൾ എപ്പോഴും രാജ്യത്തെക്കുറിച്ചായിരുന്നു. യേശുവിനെ നോക്കിക്കേ, യേശുവിൻ്റെ ജീവിതം നോക്കിക്കേ.
യേശുവിനോട് പ്രധാനമായി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതിലെ ഒരു ചോദ്യം, നികുതി ആർക്ക് കൊടുക്കണം? അതിൻ്റെ മറുപടി യേശു പറഞ്ഞത്, കൈസർക്കുള്ളത് കൈസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും. അവൻ കൈസറിന് അഥവാ താമസിക്കുന്ന ഏത് രാജ്യമാണോ ആ രാജ്യത്തിന് കൊടുക്കേണ്ട എല്ലാം ബഹുമാനവും നികുതിയും നിങ്ങൾ കൊടുക്കണം. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ സ്വന്തം സ്വരൂപമായിരിക്കുന്ന നിങ്ങളെയും എന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കണം. പല ത്യാഗത്തിൻ്റെ, ഞാൻ ജനിച്ചതും വളർന്നതും വടക്കിന്ത്യയിൽ, അവിടെ ഇതൊരു ഉത്സവം. എല്ലാം ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയുന്നത് റോഡുകൾ മുഴുവൻ അലങ്കരിക്കും, വീടാന്തരം മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യും. ചെറുപ്പത്തിൽ ഞാൻ ഇന്നലെ പോലെ ഓർക്കുന്നു, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സൈറൻ മുഴങ്ങുമ്പോൾ ക്ലാസ് റൂമുകളിൽ നിന്നും ഓടി മൈതാനത്ത് പോയി നിലത്ത് കിടക്കുക. ബോംബ് വരുമ്പോൾ ഡ്രില്ലാണ്. രാത്രികളിൽ സൈറൻ മുഴങ്ങുമ്പോൾ വീടിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്ത് ഞങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങും. അന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ 3ാം ക്ലാസ് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമായിരിക്കും. പക്ഷെ എനിക്ക് വ്യക്തമായ ഓർമ്മയുണ്ട്, ഇന്ത്യ തൻ്റെ അയൽ രാജ്യമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ അത്രയും വിലപ്പെട്ട പ്രാണത്യാഗം ചെയ്ത ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുമ്പേ 1 തിമോത്തി 2-ാം അധ്യായം ഇന്ന് 1, 2, 3 വായിക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് സകല മനുഷ്യർക്കും, അതാണ് നമ്മുടെ മിഷൻ. ദർശനമില്ലാതെ ജനം നശിക്കുന്നു എന്ന് വചനം പറയുന്നു. നമുക്കൊരു ദർശനമില്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്താ? രാവിലെ എഴുന്നേക്കുക, വൈകുന്നേരം ആക്കുക, പിന്നെയും എഴുന്നേക്കുക, വൈകുന്നേരം ആക്കുക. നമ്മുടെ ജീവിതത്തിന് അർത്ഥം വരണമെങ്കിൽ ഒരു ദർശനം വേണം. ആ ദർശനം തരുന്ന പുസ്തകമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. സകല മനുഷ്യർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും നമ്മുടെ പിതാവാം ദൈവത്തിൻ്റെ 800 കോടിയും പിതാവിൻ്റെ മക്കൾ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആ 800 കോടി മാത്രമാണ് സൃഷ്ടിക്ക് വേണ്ടി. സൃഷ്ടി പോലും ദൈവമക്കൾ വെളിപ്പെടാൻ കാത്തിരിക്കും. സോ അത്രയും വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ടെങ്കിൽ ആദ്യമേ നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പേ, എന്ത് ചെയ്തതിന് മുമ്പേ ആദ്യമേ എന്ന് തിമോത്തിക്ക് എഴുതിയ ലേഖനം പറയാം. ഇതിന് ശേഷം ശുശ്രൂഷകൻ ഇത് വായിക്കും. അതിനുശേഷം നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കും. ആദ്യമേ ഈ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിൻ്റെ വില മനസ്സിലാക്കണം. ആ സ്വാതന്ത്ര്യം നിലനിർത്തണം. ദുഃഖകരമായ പല കാര്യങ്ങളും പലയിടത്തും നടക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അതൊന്നുമല്ല നമ്മുടെ നോട്ടം നമ്മുടെ വാക്കിനാലും നമ്മുടെ ക്രിയയാലും നമ്മുടെ ഭാരതത്തിൻ്റെ ഉയർച്ചയും നന്മയും അനുഗ്രഹവും നമ്മുടെ ഹൃദയത്തിൽ ഭാരതീയരാകുന്നതിൽ അഭിമാനിക്കണം. അഭിമാനമുണ്ടാകണം. ഞാൻ ഭാരതീയനാണ്. അത് വരും. ഞാൻ നിരവധി വർഷങ്ങളായി രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരാൾ. വർഷങ്ങൾക്ക് മുമ്പേ, ഒരു 10 വർഷം മുമ്പേ, അല്ലെങ്കിൽ 15 വർഷം മുമ്പേ, 10 വർഷം മുമ്പേ ഒരു ഇന്ത്യ പാസ്പോർട്ട് കാണിക്കുമ്പോൾ നിക്ക് ഇന്ത്യ എന്ന് പറയുന്ന അതേ രാജ്യക്കാർ ഇന്ന് ഭാരതത്തിൻ്റെ പാസ്പോർട്ട് കാണിക്കുമ്പോൾ കിട്ടുന്ന ബഹുമാനം നിസ്സാരമല്ല. മറ്റേത് ഏതോ ദാരിദ്ര്യ രാജ്യത്ത് നിന്ന് വരുന്ന പോലെയായിരുന്നു. പക്ഷെ ഇന്ന് ആ കാഴ്ചപ്പാട് ലോകത്തിൻ്റെ മുഴുവൻ മാറിയിരിക്കുക. ഞാൻ വിശ്വസിക്കുന്നത് ഉണങ്ങിയ അസ്ഥിയോട് പ്രവചിക്കുക എന്ന് പറഞ്ഞ യേശുക്രിസ്തു പഠിപ്പിച്ച ആ രാജ്യസ്നേഹം നിങ്ങളിലും എന്നിലും ഉണ്ടായി രാജ്യത്തിനു വേണ്ടി നിരവധി പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്ലാറ്റ്ഫോമാകും ഭാരതം. അതാ നമ്മൾ കാണാൻ പോകും. ഇന്നത്തെ ദിവസം ഈ ഓഗസ്റ്റ് 15-ാം തീയതി 2024, ഇത് സഭയ്ക്ക് വേണ്ടി ഇയർ ഓഫ് ഓപ്പൺ ഡോർസ് ആണെങ്കിൽ ഇന്ന് സ്വാതന്ത്ര്യ ദിവസത്തിൽ ഞാൻ വിശ്വസിക്കുന്ന, എൻ്റെ ഈ സന്ദേശം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും ഭാരതത്തിനും ഒരു വലിയ ഷിഫ്റ്റ് ഉണ്ടാകാൻ പോകും.
ഇതുവരെ കണ്ടിട്ടില്ലാത്ത പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എല്ലായിടത്തും നടക്കാൻ ഒരുപോലെ. അതിനുവേണ്ടി എന്ന് പ്രാർത്ഥിക്കാൻ പോകും. പ്രാർത്ഥിക്കുമ്പോൾ അകത്ത് ഒരു കാര്യം തീരുമാനിക്കണം. എൻ്റെ രാജ്യമാണ് ഭാരതം. എല്ലാത്തിനും മുമ്പേ എൻ്റെ രാജ്യം, അതിന് ശേഷമേ ഉള്ളൂ എൻ്റെ വിശ്വാസം പോലും. അപ്പോസ്തല പ്രവൃത്തി 17 പറയാണ്, ദൈവമാണ് കാലങ്ങളും നിവാസങ്ങളും അതിർത്തികളും മനുഷ്യന് വസിക്കാനായി വെച്ചിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ വാസിക്കാനായി എന്നെ ജനിപ്പിച്ചത് ഭാരതത്തിന്. ഓരോരുത്തരെ ദൈവം അയച്ചത് ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങളെ അറിഞ്ഞിരുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേ അറിഞ്ഞിരുന്നു. അമ്മയുടെ ഗർഭത്തിൽ ഞാൻ നിന്നെ കണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്തിൽ ആര് ജനിപ്പിക്കണം? ഈ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ താമസിക്കുന്ന ഒരു കൂടാരം മാത്രമേ ഉള്ളൂ. അകത്തെ മനുഷ്യനാണ് പ്രധാനം. ഒരു ഭാരതീയനായി ജനിപ്പിച്ച ദൈവത്തിന് സ്തോത്രം. ആ രാജ്യത്തോട് കൂറും, രാജ്യത്തോട് സ്നേഹവും, രാജ്യത്തെക്കുറിച്ച് അഭിമാനവുമാണ്. ഇന്ന് 78ാം ഇൻഡിപെൻഡൻസ് ഡേയിലെ സ്വാതന്ത്ര്യ ദിവസത്തിൽ ഭാരതത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഭാരതം അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മുടെ എല്ലാ ഭവനങ്ങളിൽ ആ ത്രിവർണ്ണ പതാക ഉയർന്നിരിക്കും. എല്ലാം വീടുകളിൽ പോകുമ്പോഴും വരുമ്പോഴും ഞാൻ ഭാരതീയനായി അഭിമാനിക്കുന്നു. അതെൻ്റെ മനസ്സിൽ കാണും. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഇതിനു ശേഷം ശുശ്രൂഷകൻ ദൈവവചനം വായിക്കും. 1 തിമോത്തി 2-ാം അധ്യായം 1 മുതൽ 3 വരെ. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം. അങ്ങനെ ദൈവം ഒരു മനുഷ്യനിൽ നിന്നും സകല ജാതികളെ, സകല മനുഷ്യർക്കും നിവാസത്തിന് കാലങ്ങളും അതിർത്തികളും സൃഷ്ടിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഭാരതത്തിന് വേണ്ടി. എൻ്റേതാ ഭാരതം. അടുത്തിരിക്കുന്ന ആളിനെ ഒന്ന് നോക്കിക്കൊണ്ട് ഒരു കൈയൊക്കെ കൊടുത്തുകൊണ്ട് പറഞ്ഞ് ഭാരതീയനാകുന്നതിൽ അഭിമാനിക്കണം. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ ഓരോ ഭാരതീയർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങളിൽ ഏത് രാജ്യത്തിലാണ് ഭാരതീയനില്ലാത്തത്? ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭാരതത്തിൽ എല്ലാവരും ഒരേ മനസ്സുള്ളവരായിരിക്കണം. വടക്കിന്ത്യയും തെക്കും കിഴക്കും പടിഞ്ഞാറും വടക്കുമെന്ന് ഞാൻ കേരളീയനാണോ, തമിഴ്നാട്ടുകാരനാണെന്നോ, ഡൽഹിക്കാരനാണെന്നോ ആ തോന്നൽ മാറി ഞാൻ ഭാരതീയനാണെന്ന് പറയാനുള്ള അഭിമാനം എല്ലാവരിലും ഉദിക്കട്ടെ. ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഉണങ്ങിയ അസ്ഥികളോട് പ്രവചിക്കുക എന്ന് പറഞ്ഞെങ്കിൽ വർഷങ്ങളായി പിതാവെ അങ്ങ് ഞങ്ങളിലൂടെ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിപ്പിക്കുമ്പോൾ ഭാരതത്തിൻ്റെ ഉയർച്ചയും നന്മയും ഞങ്ങൾ കാണും. യേശുവിൻ്റെ നാമത്തിൽ ഈ വർഷം ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, അറിയാതെ അങ്ങയുടെ ദാസന്മാരെ ബുദ്ധിമുട്ടിപ്പിച്ചവർ, വിശ്വാസത്തിനെതിരെ പറഞ്ഞവർ, അവരുടെ പാപം അവരോട് വെക്കരുത്. അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭാരതത്തെ അടുത്ത ഘട്ടം വലിയൊരു ഉണർവിന് വേണ്ടി, വലിയൊരു മഹത്വത്തിൻ്റെ ഒരു വേദിയായി ഭാരതത്തെ മാറ്റണം. യേശുവിൻ്റെ നാമത്തിൽ ദൈവ മഹത്വം ഇറങ്ങണം. ഞങ്ങളുടെ ഭരണകർത്താക്കന്മാരെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിൻ്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി, അദ്ദേഹം അനുഗ്രഹിക്കപ്പെടണം. ഈ രാജ്യത്തെ സമാധാനത്തിനും സമൃദ്ധിയിലേക്ക് നയിക്കപ്പെടുവാൻ കർത്താവ് കരുണ ചെയ്യണം. ഞങ്ങളുടെ എല്ലാ സൈനികരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ഇന്ന് വയനാട് ദുരന്തത്തിൽ കർത്താവെ, ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട 100 കണക്കിന് ജീവിതങ്ങളുണ്ട്. ആ കുടുംബക്കാർക്ക്, അവരുടെ ചാർച്ചക്കാർക്ക്, അവർക്കൊക്കെ ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വയനാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന NDRF, ഫയർഫോഴ്സ്, ആർമി മുതലായ എല്ലാ അവർക്ക് വേണ്ടി അവരുടെ പ്രാണം പണയപ്പെടുത്തി, കൂടാതെ റീച്ച് വേൾഡ് വൈഡിൻ്റെ പ്രവർത്തകർ അവിടെ കർത്താവെ ഓരോ സ്ഥലത്തും പോയി വയനാട്ടിൽ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് അഭിമാനം എപ്പോഴും ഭാരതീയം. ഞങ്ങളുടെ അഭിമാനം ഞങ്ങൾ ദൈവരാജ്യത്തിലുള്ളവർ. ഞങ്ങളുടെ അഭിമാനം യേശു, ഞങ്ങളുടെ ക്രിസ്തു ആയതുകൊണ്ട്, കർത്താവായതുകൊണ്ട്. യേശുവിൻ്റെ നാമത്തിൽ തുടർന്നും കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ
ഒരു വലിയ വേവ് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഭാരതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടക്കട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. സകല നന്മകൾ നടക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ സ്ഥലത്തും ഇത് കാണിക്കുമ്പോൾ നമ്മൾ ഒന്നിച്ച് ആണ് എൻ്റെ ഭാരതം മുൻപിൽ, പിന്നെയാണ് എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾ. ഫസ്റ്റ് മൈ നേഷൻ ആൻഡ് ദെൻ വാട്ട് എവർ ഇറ്റ് ഈസ്. സോ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷയിലേക്ക് നമുക്ക് കിടക്കാം. 1 തിമോത്തി 2 വായിക്കപ്പെടും. അതിന് ശേഷം ദേശീയഗാനം പാടി നമുക്ക് പാടുമ്പോൾ സുഭാഷ് ചന്ദ്ര ബോസ് മുതൽ ഷഹീദ് ഭഗത് സിംഗ് മുതൽ ജവഹർലാൽ നെഹ്റു മുതൽ മഹാത്മാഗാന്ധി മുതൽ 10,000-കണക്കിന് ആൾക്കാർ ഈ രാജ്യത്തിനു വേണ്ടി പ്രാണത്യാഗം ചെയ്തവർ, അവരെ ഓർത്തുകൊണ്ട് അഭിമാനത്തോടെ ദേശീയഗാനം നമുക്ക് പാടാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ.